ഏവർക്കും നമസ്കാരം. രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കും അഡ്വാൻസായി ആശംസകൾ നേരുന്നു. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടുന്നതുണ്ട്. അതായത് രണ്ട് ദിവസമായിട്ട് മാപ്രകൾ വളരെയധികം സന്തോഷത്തിലാണ്. അവർക്ക് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു. ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി നല്ല ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. VHP ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞു. തീർച്ചയായും തെറ്റായ സമീപനം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ഞാനും അതിൽ ദുഃഖിക്കുന്നു. അങ്ങനെ പാടില്ല. എന്നാൽ ഈ VHP ഒക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്തോ എന്ന് ചോദിച്ചാൽ അതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിലല്ലേ പരമശിവന്റെ ലിംഗവും പാർവതിയുടെ ഫർജുമൊക്കെ ഒരു കൈക്കിളവൻ വിളിച്ചു പറഞ്ഞത്. അവിടെയൊന്നുമില്ലാത്ത ശുഷ്കാന്തി എന്തിനാണ് ക്രിസ്മസ് ആഘോഷത്തിൽ പോയി കാണിച്ചത്? അതിയായ വിരോധം എനിക്കതിലുണ്ട്. പ്രവർത്തിക്കേണ്ടുന്ന സമയത്ത് പ്രവർത്തിക്കണം, പ്രവർത്തിക്കേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തിട്ട് ചീത്തപ്പേര് വാങ്ങിച്ചു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? മലയാള മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. BJP ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു കുറ്റങ്ങൾ ചെയ്താൽ പിന്നെ ഇങ്ങനെ കുളിര് കോരും മാപ്രകൾക്ക്. പിന്നെ ഇന്നലെ മുതൽ ഇന്ന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മാപ്രകൾ ഉമർ ഫൈസിയുടെ ആ വാക്കുകൾക്ക് ചർച്ച നടത്തിയോ? മാപ്രകൾക്ക് അതെങ്ങനെ ചർച്ച നടത്താൻ പറ്റുക? കാരണം ഉമർ ഫൈസിയാണ്. ഉമർ ഫൈസിയുടെ വാക്കുകളൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക? മോശമല്ലേ? കഴിഞ്ഞ കൊല്ലല്ലേ ക്രിസ്തുമസിന് സുഡാപ്പികൾ ഒരു പുൽക്കൂട് തകർത്ത് തരിപ്പണമാക്കിയത്? മാപ്രകളെ, നിങ്ങൾ എത്ര ദിവസം അത് ചർച്ച ചെയ്തു? കഴിഞ്ഞ മാസമല്ലേ ഒരു കുട്ടി കറുപ്പെടുത്ത് സ്കൂളിൽ പോയതിന് അവിടുത്തെ അധ്യാപകൻ വഴക്ക് പറഞ്ഞ് അവനെ പുറത്താക്കിയത്? നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? അപ്പോൾ ചിലരുടെ നേരെ നടക്കുന്ന അക്രമങ്ങളോ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളോ ഒന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല, അത് മുക്കി വെക്കേണ്ടുന്നതാണ്. എന്നാൽ ഈ പറയുന്ന BJP പക്ഷത്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, തെറ്റ് ഞാൻ ശരിയായിട്ട് പറയുന്നില്ല, തെറ്റ് ചെയ്താൽ അതിങ്ങനെ 24 മണിക്കൂറും ഇതാ കണ്ടില്ലേ, BJPയുടെ നയം കണ്ടില്ലേ, അവിടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ഇതാ VHP തകർക്കുന്നു, ക്രിസ്ത്യൻ രൂപങ്ങൾ തകർക്കുന്നു, ക്രിസ്ത്യൻ ആഘോഷങ്ങൾ തകർക്കുന്നു. എന്തൊരു ഘട്ടമാണ്! വരൂ ചർച്ച ചെയ്യാം, നമുക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാം. എൻ്റെ പൊന്നു മാപ്രകളെ, നിങ്ങൾക്ക് ആരാ ശമ്പളം തരുന്നത്? നിങ്ങൾക്ക് എന്താ ഇത്ര വിരോധം BJP എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കലി തുള്ളണമെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് തീവ്രവാദികളായിരിക്കണം. കാരണം അവർക്കാണ് ഈ BJPയോട് ഇത്രമാത്രം കലിപ്പുള്ളത്. അപ്പം നിങ്ങൾക്ക് ശമ്പളം തരുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ
ഇവിടുത്തെ രാജ്യദ്രോഹികൾക്ക് വേണ്ടി കുമ്മിയടിക്കുന്ന ആളുകളായി കേരളത്തിലെ മാപ്രകൾ മാറുന്നു. മാപ്രകൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. അയ്യോ സ്കൂളിൽ ഗണപതി ഹോമം, അയ്യോ സ്കൂളിൽ ഗണപതി ഹോമം. നമസ്കാരം. സ്കൂളിലെ ഗണപതി ഹോമം കണ്ടിട്ട് ഇതേപോലെ നെഞ്ചത്തടിച്ച് മാപ്രകൾ അയ്യോ ഗണപതി ഹോമം നടക്കുന്നേ ഓടിവരിൻ. ഡിവൈഎഫ്ഐക്കാർ അവിടെ വരുന്നു, ഹോമം പകുതിക്ക് വെച്ച് നിർത്തുന്നു, മാനേജരെയും മറ്റും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തൊരു കഷ്ടമാണ്. ഒരു ഹൈന്ദവൻ അവനൊരു സ്ഥാപനം പണിതാൽ, ഒരു പുതിയ കെട്ടിടം പണിതാൽ, ആ കെട്ടിടത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഗണപതി ഹോമം നടത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വാസ പ്രകാരമാണ്. ക്ലാസ് റൂമിലല്ല ഗണപതി ഹോമം നടത്തിയത് മാപ്രകളെ. ക്ലാസ് നടക്കുമ്പം കുട്ടികളെ വിളിച്ചിരുത്തിയിട്ടല്ല ഗണപതി ഹോമം നടത്തിയത്. ഗണപതി ഹോമം എന്ന് പറഞ്ഞത് പ്രഭാത സൂര്യൻ ഉദിച്ച് ഉയർന്ന ശേഷം നടത്തുന്ന ഹോമാണ്. അവിടെ ക്ലാസ് ഇല്ല, സ്കൂൾ അന്തരീക്ഷമില്ല. ആ മനുഷ്യൻ ഒരു കെട്ടിടം പണിതു. ആ കെട്ടിടത്തിന് ഐശ്വര്യം വരണമെന്ന് ഒരു ഹിന്ദുവിന് തോന്നിയിട്ട് അവൻ ഒരു ഗണപതി ഹോമം നടത്തിയപ്പോൾ എന്തായിരുന്നു മാപ്ര നാറികളെ നിങ്ങളവിടെ കാട്ടിക്കൂട്ടിയത്? എന്തൊരു ചർച്ചയായിരുന്നു! അതെന്താണോ ഹിന്ദുവിൻ്റെ ആഘോഷമോ അതല്ലെങ്കിൽ അവൻ്റെ ആചാരമോ അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ തള്ളി മറിക്കുന്നുണ്ടല്ലോ. ഇവിടത്തെ ഇതേ സ്കൂളിൽ ഞാൻ മാപ്രകളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ മാധ്യമങ്ങളിലെ കോൺഗ്രസ്സുകാരെയും ഇതേപോലെ തള്ളുന്ന എല്ലാവരെയും വെല്ലുവിളിക്കും. ഇതേ സ്കൂളിൽ അടുത്ത വർഷം ശ്രീകൃഷ്ണ ജയന്തിക്ക് അവിടുത്തെ കുട്ടികളെ വെച്ച് ഞങ്ങളൊരു ഘോഷയാത്ര നടത്തട്ടെ. സമ്മതിക്കുമോ നിങ്ങൾ? മാപ്രകൾ അതിനെ അനുകൂലിക്കുമോ? മാപ്രകൾ അനുകൂലിക്കില്ല അല്ലേ? ഇല്ല, അനുകൂലിക്കില്ല. ക്രിസ്തു ജനിച്ച ദിവസം ക്രിസ്തുമസ് ആണ്. അതിൽ യാതൊരു സംശയവുമില്ല, ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അതേപോലെ നിങ്ങൾ കൃഷ്ണൻ ജനിച്ച ദിവസം ഒരു സ്കൂളിൽ ആഘോഷിക്കാൻ ഹരേ രാമ എന്ന് ചൊല്ലാനും ഹരേ കൃഷ്ണ എന്ന് ചൊല്ലാനും അന്നത്തെ ദിവസം സമ്മതിക്കുമോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന പാടാൻ സമ്മതിക്കുമോ? ഓടിവാ കണ്ണ കളിയാടിവാ കണ്ണ എന്ന് കുട്ടികളെ കൊണ്ട് നിങ്ങൾ പാടാൻ സമ്മതിക്കുമോ? ഒരൊറ്റ ചോദ്യം നട്ടലില്ലാത്ത നാറികളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ സമ്മതിക്കുമോ? ഞാനിപ്പോഴും പറയുന്നു, VHP കാണിച്ചത് ശരിയല്ല. പക്ഷേ അതേ സംഗതികൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗണപതി ഹോമം, ഒരു മനുഷ്യനൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഒരു ഗണപതി ഹോമം നടത്തിയതിന് നിങ്ങൾ എത്ര കുരച്ചേട്ടോ. നായ്ക്കളെ പോലെ ആ മനുഷ്യനെ വലിച്ച് കീറിയില്ലേ? പേ പിടിച്ച നായ്ക്കളെ പോലെ അവരെ വലിച്ച് കീറിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു പാലം വെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടടോ. ഇനി ഇന്ന് പ്രധാനമന്ത്രി പോയി തന്നെ ഒരു പരമോന്നത നേതാവല്ലല്ലോ, സഭാധ്യക്ഷൻ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് നടന്നപ്പം നഷ്ടപ്പെട്ടത് ആർക്കാണ്? അന്ന് ആരായിരുന്നു ഇതിനൊക്കെ എതിരെ ശബ്ദം ഉണ്ടാക്കിയത്? അതൊക്കെ പോട്ടെ, ഞാൻ ഈ സഭാധ്യക്ഷനോട് ചോദിക്കുകയായിരുന്നു, ഇന്ന്
അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ പിണറായി വിജയനല്ലേ നിങ്ങളെ എന്തോ ഒരു തോന്നിവാസം വിളിച്ചാൽ എന്തായിരുന്നു? എൻ്റെ നാം കൊണ്ട് പറയണോ? സഭയെ ചൊറിഞ്ഞ് തോന്നിവാസം വിളിച്ചല്ലോ ഈ പിണറായി വിജയൻ. വിളിച്ചു ഇല്ലേ? നികൃഷ്ട അതൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്തോ ഒരു നികൃഷ്ട ജീവിന്നോ ജന്തുന്നൊക്കെ വിളിച്ചില്ലേ? എന്നിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ അയ്യോ ക്രിസ്മസ് ആഘോഷത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് VHP തുനിഞ്ഞു എന്ന് പറയുന്ന മോങ്ങുന്നത്. തരാതരം സമയാസമയം നല്ല തെറി വിളിക്കുകയും അത് കഴിഞ്ഞിട്ട് BJPയുടെ ഭാഗത്ത് അതല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു. ഞാനത് ശരിയാണെന്ന് ഇപ്പോഴും പറയുന്നില്ല. അപ്പം എന്തോ ഒരു സ്നേഹ ക്രിസ്ത്യാനികളോട് എൻ്റെ പിണറായി വിജയൻ സഖാവിന് സഹിക്കാൻ പറ്റുന്നില്ല. സഖാവിന് പൊട്ടിക്കരയണമെന്നുണ്ട്. എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? പറയേണ്ടി വരുന്നു സുഹൃത്തുക്കളെ. ഉദയകൃഷ്ണ പറയണം. ഇത് പറയാൻ ആരുമില്ലാത്തടത്താണ് പറയുന്നത്. കഴിഞ്ഞ മാസം എനിക്കത് വളരെ വിഷമമുണ്ട്. ഉമർ ഫൈസി ഈ പറയുന്ന പാർവതിയുടെ എന്താണ് പറഞ്ഞത് എന്നിട്ട് അനങ്ങാൻ ഇവിടുത്തെ ആരെങ്കിലും ഹിന്ദു, ഞാൻ പറയുന്നില്ല, വെറുതെ പറഞ്ഞാൽ എൻ്റെ മെക്കെട്ട് കയറാൻ വരും എല്ലാവരും കൂടി. അപ്പൊ ഒരു വശത്തേക്ക് മാത്രം ചെരിഞ്ഞു നിൽക്കുന്ന മാപ്രകളും ഈ പോലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും. ഹിന്ദുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സംഗതികൾ സ്കൂളിലോ എനിക്ക് അതിനേക്കാളും ഞാൻ ഓർക്കുന്നൊരു സംഗതി ഉണ്ട്. ഇവിടുത്തെ DYFക്കാർ അങ്ങ് എന്താ പറയുക, ഇത് കുന്തവും കുടച്ചക്രവും എടുത്ത് നടന്ന ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ? ഒരു ഹൈന്ദവ മാനേജ്മെൻറ്റ് സ്കൂളിൽ കുട്ടികൾ അധ്യാപകരുടെ കാലയെ തൊട്ട് വന്നിച്ചു, കാലയെ പിടിപ്പിച്ചു. ഇൻക്വിലാബ് സിന്ദാബാദ്. സമ്മതിക്കില്ല, കാലയെ പിടിക്കാൻ സമ്മതിക്കില്ല. ഏത് കുട്ടികൾ അനുഗ്രഹം തേടി അധ്യാപകന്റെ കാലിലൊന്ന് തൊട്ടതാണ് DYFക്കാർ. എന്തൊരു വേദനയാണ്. പഠിപ്പിക്കുന്ന ടീച്ചറുടെ ശവമടക്ക് നടത്തിയിട്ട് അവിടെ റീത്ത് വച്ചാൽ അവന് യാതൊരു പ്രശ്നവും ഇല്ല. മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിപ്പിക്കുന്ന ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാതാവിനെയും പിതാവിനെയും കാല് തൊട്ട് വന്നിക്കുന്ന പോലെ ഗുരുവിനെ വന്നിച്ചത് ഇഷ്ടപ്പെടാത്ത DYFക്കാരനാണ് ഇപ്പോ ക്രിസ്മസ് അലങ്കോലമാക്കിയതിന് പ്രശ്നമുണ്ടാക്കുന്നത്. ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടുകണ്ടിരിക്കുന്ന ബോധമുള്ള കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, മനസ്സിലാക്കണം. എല്ലാ ആഘോഷങ്ങളും കുട്ടികളെ പഠിപ്പിക്കണം. ക്രിസ്മസ് നല്ലത് തന്നെ, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ക്രിസ്മസ് നല്ലത് തന്നെ. നബിദിനം അതും നല്ലത് തന്നെ. നബി ജനിച്ച ദിവസം ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട്. അവരുടെ മാനേജ്മെൻറ്റ് സ്കൂൾ ആഘോഷിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എന്നാൽ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ഇത് സംഭവിക്കുന്നില്ല. ഒരു സ്കൂളിൽ സംഭവിക്കില്ല. കുറച്ച് നാൾ മുമ്പല്ലേ പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് അത്തപ്പൂക്കളം ഇടണ്ട, ഓഫീസുകളിൽ ഇടണ്ട ഇല്ലേ? മറന്നുപോയോ? മറന്നു പോവുകയാണ് എല്ലായ്പ്പോഴും. ഹൈന്ദവന്റെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ മറന്നു പോവുകയാണ്. അവൻ ചെയ്താൽ പിന്നെ അവനെ അങ്ങ് ഇട്ടിട്ട് 3-4 ദിവസം ഈ മാപ്പറകൾ മൊട്ടയും ചട്ടയും കിട്ടയും എല്ലാം കൂടി ഇരുന്നിട്ട് അയ്യോ ക്രിസ്മസ് കോളാക്കി. എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടല്ലേ. പണ്ട് ശബരിമലയിൽ കുരിശ് സ്ഥാപിച്ചത് എന്തിനായിരുന്നു? ഇന്ന് ഈ ക്രിസ്മസിൻ്റെ കാര്യം പറയുന്നവർ അതും ആലോചിക്കണമല്ലോ ഇല്ലേ? ഹൈന്ദവ വിശ്വാസത്തിൻ്റെ നെറുകയിൽ കൊണ്ടുപോയി കുരിശ് വെച്ചവരുണ്ട്. അതിനെയും തള്ളി പറയണം ക്രിസ്ത്യാനികൾ. ഞാൻ അവരുടെ കൂടെ നിൽക്കും. തള്ളി പറയണം.
എല്ലായിടത്തും ഒരേ നയം വേണം. വീണ്ടും പറയുന്നു, ഇവിടെ ഒരു ചെറിയ സംഭവം സംഭവിച്ചു, തെറ്റ് തെറ്റ് തെറ്റ്. പക്ഷെ അവിടെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പുൽക്കൂട് പോയി വന്ദിക്കുമ്പോൾ അതാണ് മാനവികത, അതാണ് മതനിരപേക്ഷത, അതാണ് മത സാഹോദര്യം. അതിനെ വാഴ്ത്തുന്നതിന് പകരം സഭാധ്യക്ഷൻ ഇകഴ്ത്തുമ്പോൾ അങ്ങയോട് വല്ലാത്ത പുച്ഛം നമുക്കും തോന്നും. ഇത് ഒരു നല്ല സമീപനമല്ല. തെറ്റുകൾ എല്ലാ സംഗതികളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും സംഭവിക്കാറുണ്ട്. മാരകമായ തെറ്റ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാണ്, ആ പുൽക്കൂടിൽ തകർത്തപ്പോൾ ഞങ്ങളൊക്കെ പ്രതികരിച്ചതാണ്, മതം നോക്കാതെ പ്രതികരിച്ചതാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞതാണ്. ഇത് മനുഷ്യരെ പരസ്പരം അകറ്റാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സമയം BJPയെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മാപ്രകൾക്ക് വടി കൊണ്ട് കൊടുത്തതായി VHP. ഒരു കാര്യമില്ല, അതൊരു വടി കൊണ്ട്. എന്നാൽ പ്രതികരിക്കേണ്ടത് ഇപ്പോൾ ഗുരുവായൂരിനടുത്ത്, പൊന്നാനിക്കടുത്ത് ഒരു ക്ഷേത്രം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ പള്ളി ഉയരുന്നുണ്ട്. എന്ത് നിങ്ങൾ അവിടെ പോയി സമരം ചെയ്യാത്തത്? വേണ്ട, സമരം ചെയ്യട്ടെ. ഒരു മഹാക്ഷേത്രത്തിനെ ഇടിച്ചു പൊളിച്ച് തെളിവുണ്ട്. എന്നിട്ടും അധികാരവർഗത്തിൻ്റെ ഒത്താശയോടുകൂടി ഒരു ക്ഷേത്രത്തെ ഉന്മൂലനം ചെയ്തിട്ട് അവിടെ ഒരു പള്ളി ഉയർന്നു, മലപ്പുറത്ത് ഉയർന്നു. അവിടെയൊക്കെ പോയി സമരം ചെയ്യടോ, ക്രിസ്മസ് ആഘോഷം ഇല്ലാണ്ടാക്കാൻ നടക്കാതെ. നമസ്തേ, എല്ലാവർക്കും നമസ്തേ. ആരൊക്കെ ഉണ്ടെന്നറിയില്ല. പറയുമ്പോൾ പറയേണ്ടുന്നത് പോലെ പറയണം. വെറുതെ എന്ത് കക്കൂസ് കുത്തിപ്പൊളിച്ച് കള്ളനാവരുത്. നല്ല സംഗതികൾ കുത്തിപ്പൊളിച്ച് കള്ളനാവുകയാണെങ്കിൽ പിന്നെയും കാര്യമുണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും ഒരുപോലെ കാണാൻ സമൂഹം പഠിക്കണം, പഠിച്ചു വെക്കുള്ളൂ. ഈ വൈരാഗ്യബുദ്ധി ഉണ്ടാവുന്നത് തങ്ങളുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ മറ്റുള്ളവർ മാനിക്കാതെ മറ്റുള്ളവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരത്തള്ളിച്ചയാണ്. എല്ലാവരെയും ഒന്നുപോലെ കാണാത്തത് കൊണ്ടാകുന്ന വികാരത്തള്ളിച്ചയാണ്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇവിടെ സഭാധ്യക്ഷൻ മോദിയെ കുറ്റം പറഞ്ഞല്ലോ അല്ലേ? അധ്യക്ഷോ, ആ മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആരാണ്? മുനമ്പത്തെ മാത്രമല്ല കേട്ടോ, ഇപ്പം അങ്ങനെയുണ്ട്. സഭാധ്യക്ഷന്മാർക്ക് ചെറിയൊരു ഇതുണ്ട്. കേരളത്തിലെ മുനമ്പം മാത്രം രക്ഷപ്പെട്ടിട്ട് മതി. ബാക്കി ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന വഖഫ് ബോർഡിൻ്റെ അതിക്രമമൊന്നും ആരും കാണുന്നില്ല. എന്തിനാണ് പറയുന്നത്? ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും സംഗതി നടക്കുന്നുണ്ട്. അവിടേക്ക് ലീഗുകാരൊക്കെ പോയിട്ട് സമ്പലിലേക്ക് പോയിട്ട് അവിടെ കയറാൻ പറ്റാണ്ട് തിരിച്ചു പോയി. ഇപ്പം സമ്പലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? ലീഗുകാരാ, കമ്മ്യൂണിസ്റ്റുകാർക്കും ലീഗുകാർക്കും ഇപ്പം അങ്ങോട്ട് പോകണ്ടേ? എന്തായി? സമ്പലിൽ കുഴിച്ചെടുക്കുന്ന ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ അവിടുത്തെ മുസ്ലിം ജനത മണ്ണിട്ട മൂടിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുളം, അനേകം കിണറുകൾ, അങ്ങനെ
എന്താണ് ചുറ്റി വരിഞ്ഞ് അടച്ചു കെട്ടിയ ക്ഷേത്രങ്ങൾ ഓരോന്നായി സമ്പലിൽ പുറത്തു വരുമ്പോൾ ഇവിടുത്തെ മാപ്രകൾക്ക് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും നേരമില്ല. സമ്പലിലെ ഒരു വാർത്ത നിങ്ങൾ മനോരമയിൽ കണ്ടോ, ഏഷ്യാനെറ്റ് കണ്ടോ, 24-ൽ കണ്ടോ, ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടോ സമ്പൽ ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ? കാണില്ല. ഓല് കാണില്ല, അവര് കാണില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ഇവർക്കില്ല. എന്നാലോ മറിച്ച് എന്ത് വേണമെങ്കിലും, ഒരു പശു അയ്യോ തല്ലി, അയ്യോ കൊന്ന്, ഉത്തരേന്ത്യയിൽ അതാ കൊന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയും ഇല്ലേ? സമ്പലിലെ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരിക. ഹൈന്ദവ സംസ്കാരത്തിൽ അധിനിവേശം നടത്തി കുഴിച്ചു മൂടിയതൊക്കെ ഇങ്ങനെ JCB വന്ന് തുറന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടേക്ക് 24 ഇല്ല, മനോരമയില്ല, ഏഷ്യാനെറ്റില്ല, ആരുമില്ല. ഇപ്പൊ ലീഗുകാർക്ക് അവിടേക്ക് പോകണ്ടേ? സമ്പലിലേക്ക് പപ്പു പോയിട്ട് ഓടിപ്പോന്നല്ലേ? പപ്പുവിനിപ്പോൾ പോകണ്ടേ സമ്പലിലേക്ക്? പോയിട്ട് കാണ്. മണ്ണിനടിയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയിട്ട് രാജ്ഞി കുളിച്ചിരുന്ന, അവർക്ക് കുളിക്കാനുള്ള കുളം ഉണ്ടാക്കിയിരുന്ന അതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലേ പപ്പു. എന്നിട്ട് പറ, ഇത് ഭാരതത്തിന്റെ പൈതൃക സ്വത്താണോ അതോ ഈ മുസ്ലിങ്ങൾക്ക് കുഴിച്ചു മൂടാനുള്ളതാണോ എന്നൊന്ന് പറയാം. അങ്ങനെയുണ്ട്. സത്യം ഇങ്ങനെ പതിയെ പുറത്തേക്ക് വരും. എത്ര അടച്ച് കെട്ടി അതിൻ്റെ മുകളിൽ മണ്ണിട്ടാലും ശിവലിംഗത്തിന്, ഈ കാക്ക പറഞ്ഞതുപോലെ ശിവലിംഗത്തിൻ്റെ മുകളിൽ എത്ര ഇങ്ങനെ ഈ ശിവലിംഗം പൊന്തി വരുന്നേ. അതിൻ്റെ ശക്തി കൊണ്ടാണ്. അത് ഭാരതത്തിൻ്റെ പൈതൃകമായതുകൊണ്ടാണ് ഇതിങ്ങനെ പൊന്തി വരുന്നത്. ആരും തപ്പിച്ചെല്ലണ്ട, താനെ പൊന്തി വരും. അത് പൊന്തി വരുമ്പോൾ പിന്നെ ഒരു മോങ്ങലാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇത് ഞങ്ങളല്ല. ഇന്നിപ്പോൾ അവിടെ പറയുന്നത് അയ്യോ ഞങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങിച്ചതാണ്. ഇതിൻ്റെ അത് അവിടുത്തെ താമസിക്കുന്ന ആ വീടിൻ്റെ അടിയിലാണ് ഈ കുളം. മണ്ണിട്ട് നികത്തിയിട്ടേ, ഒരു പൈതൃക സംസ്കാരം മണ്ണിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ എൻക്രോച്ച് ചെയ്ത് ജീവിക്കുകയാണ്. പല പള്ളികളും കട്ട് ചെയ്തു വയറിങ്. 10 പൈസ കൊടുക്കാതെ നേരിട്ട് കമ്പി കൊളുത്തിയിട്ട് കറണ്ട് എടുത്ത പള്ളികളുടെയൊക്കെ ഫ്യൂസ് ഊരി. ആർക്കൊന്നും പറയണ്ടല്ലോ. യോഗി അതൊക്കെ ഇങ്ങനെ JCB മാറ്റി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. പറഞ്ഞ നുണകളൊക്കെ വിഴുങ്ങിട്ടുന്ന അവസ്ഥ. അവിടേക്കൊന്നും മാപ്രകൾ എത്തുന്നില്ല. മാപ്രകൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയും. ഈ BJPയുടെ ആരെങ്കിലും അധോവായു വിട്ടാൽ പോലും 4 ദിവസത്തേക്ക് വാർത്തയാ, അയ്യോ BJPയുടെ ഇന്ന ആള് അധോവായു വിട്ടു. അത് അസഹനീയമായിരുന്നു. അതിനെ ചൊല്ലി ഇന്ന ആൾക്കാർ പ്രതികരിച്ചു എന്ന് പറയാനാണ് മാപ്രകൾക്ക് ഇഷ്ടം. കഷ്ടമാപ്രകളെ ഈ പണി നിർത്തിയിട്ട് വല്ല പോകുന്ന നല്ലത്. പറയാതെ വയ്യ, ചൊറിയാതെ വയ്യ. സന്തോഷം. എല്ലാവരും തുറന്ന് പറയണമെന്നേ, ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, പറയാനുള്ളവർ മുഴുവൻ പറയണം. കാരണം ഈ രീതിയിലല്ല കാര്യങ്ങളെ കാണേണ്ടുന്നത്. ആർക്കും കൊട്ടാനുള്ള ഒരു ചെണ്ടയായി ഹൈന്ദവ സമൂഹത്തെ കരുതരുത്. അവൻ ഒരുമിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയം ഉള്ള ആ രാഷ്ട്രീയത്തെ സദാസമയം എതിർക്കുക എന്നുള്ള ആ പരിപാടി ഇനി വെച്ച് പൂർപ്പിക്കാൻ സമ്മതിക്കരുത്. ശബ്ദമുണ്ടാക്കണം. ഇത് ഞാനൊരു സഖാവായിപ്പോയി എന്നുള്ളത് കൊണ്ട് തൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഹൈന്ദവ ആചാരങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ മറിച്ചൊരു സംഭവം ഉണ്ടായാൽ അത് ചർച്ച ചെയ്യുകയും വലിയ ഇഷ്യൂ ആക്കുകയും ചെയ്യുക, അതൊരു നല്ല സ്വഭാവമല്ല. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച
വഖഫ് ബോർഡ് നിയമങ്ങൾക്ക് എതിരെ ആരാണ് സമരം ചെയ്യുന്നത്? സഭാധ്യക്ഷന്മാർ പറയട്ടെ. ഈ ഇന്ത്യയിൽ ഉടനീളം വഖഫ് ബോർഡ് ഉണ്ടാക്കുന്ന ദുരിതങ്ങൾക്ക് ആരാണ് മറുപടി പറയുന്നത്? കോൺഗ്രസ്സുകാരുണ്ടോ? നിങ്ങളുടെ നേതാവ്, എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്? വഖഫ് ബോർഡിലെ ബില്ലിലെ തിരുത്തൽ വരുത്താൻ എത്ര നേതാക്കന്മാരുണ്ട്? പോകുമ്പോൾ എല്ലായിടത്തും പോകട്ടോ, എല്ലായിടത്തും പോകും. ഇന്ന് ഇത്ര മതി, ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, ഇത്രയൊക്കെ പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് PHP നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് മടങ്ങണം. ഇതേപോലെ ചെറിയ വിഷയങ്ങളിൽ കയറി ഇവർക്ക് അവസരമുണ്ടാക്കാതെ വലിയ വിഷയങ്ങൾ ഈ കേരളത്തിലുണ്ട്. ആ വലിയ വിഷയങ്ങളിൽ ഇടപെടുകയും ഹൈന്ദവ ആചാരങ്ങൾക്ക് വില കൽപ്പിക്കുകയും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ശബ്ദം ഉയർത്തുകയും ചെയ്യുക. അല്ലാതെ സ്കൂളിൽ കയറിയിട്ട് കുട്ടികളുടെ മുമ്പിൽ വേഷം കാണിച്ചിട്ട് ശരിയാവില്ല. ഇന്ന് ജോർജ് കുര്യൻ പറഞ്ഞു കഴിഞ്ഞു, അത് നടപടിയെടുക്കണം. ഞാനും പറയുന്നു, നടപടിയെടുക്കണം. പറയേണ്ടത് പറഞ്ഞിട്ട് കേസെടുക്കുകയാണെങ്കിൽ അതിൽ അഭിമാനമുണ്ട്. അത്ര വിഷയങ്ങൾ ഇടപെടുക. ഇതേ സ്കൂളിൽ ഇത് വിടരുത്. നിങ്ങൾ ആ ക്രിസ്മസ് അങ്ങനെ പോട്ടെ, അതേ സ്കൂളിൽ നിങ്ങൾ പോകണം. ശ്രീകൃഷ്ണ ജയന്തിക്ക് പീലി കെട്ടിക്കണം കുട്ടികളെ, എന്നിട്ട് കൃഷ്ണഗാഥ പാടിക്കണം. അപ്പം എതിർക്കാൻ വന്നാൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്രിസ്മസ് നടത്തിയില്ലേ, പിന്നെ എന്തുകൊണ്ട് കൃഷ്ണ ജയന്തി നടത്തിക്കൂടെ? കോടതിയിൽ പോകണം. ഒന്നുകിൽ എല്ലാം നടത്താൻ സ്കൂളുകൾക്ക് അവധി വേണം, അനുമതി കൊടുക്കണം. അല്ലെങ്കിൽ ഒന്നും നടത്തരുത്, ഒരു സ്കൂളിലും നടത്തരുത്. നിയമം ഉണ്ടാക്കണം. ഒരു സ്കൂളുകളിലും ഒരു മതപരമായ നടപടികളും പാടില്ല. അവസാനമായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ടോ? സഭാധ്യക്ഷനാ ചോദിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഒരു പള്ളിയിൽ എത്തിയിട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങൾക്കിവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ശാഠ്യമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, അവിടെ വിശേഷപ്പെട്ട ഒരു തുണി കൊണ്ടുപോയി മോശമായ ഇടത്ത് ഇട്ടു എന്നൊക്കെ ഒരു വാർത്ത കേട്ടിരുന്നോ സഭാധ്യക്ഷൻ? കേട്ടിട്ടുണ്ടാവില്ല. അത് കേൾക്കൂല. അത്രേ ഉള്ളൂ. ഇന്നത്തേക്ക് അത്ര മതി. എല്ലാവർക്കും ശുഭരാത്രി. ഇങ്ങനെ പറയാൻ ഇടവരുത്തരുതേ എന്നാണ് ആഗ്രഹം. പറയേണ്ടപ്പോൾ പറയുക, പ്രവർത്തിക്കേണ്ടുന്നപ്പോൾ പ്രവർത്തിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നാളെ ക്രിസ്മസ് ആഘോഷം അടിച്ചു പൊളിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് പറയാം, ആരുടേതായാലും. എല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഭാരതം ഉണ്ടാവുന്നത്. പക്ഷെ അതിൽ നിന്ന് ഈ ഹൈന്ദവനെ മാത്രം മാറ്റി നിർത്തുമ്പോൾ ഖേദമുണ്ട്. നാപ്രകളെ ഖേദമുണ്ട്. ഡിഫിക്കാര ഖേദമുണ്ട്. ആകെക്കൂടി ഹൈന്ദവം നടത്തുന്നതാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി. അതിനെപ്പോലും തുരങ്കാൻ വെക്കാൻ നോക്കിയാലല്ലേ കമ്മ്യൂണിസ്റ്റുകാർ. എന്നിട്ടാണ് ഇവിടെ അയ്യോ ക്രിസ്മസ് ആഘോഷമില്ല എന്നൊക്കെ എന്ന് പറഞ്ഞ് മൂങ്ങുന്നത്. കഷ്ടം. അതിൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് ലജ്ജയില്ലേ? എവിടെ ലജ്ജ? ഇന്നലെയല്ലേ പറഞ്ഞത്, നിങ്ങളെന്തിനാ കാറ് പോകുന്നത്? നിങ്ങളെന്തിനാ വലിയ കാറ് പോകുന്നത്? നിങ്ങൾക്ക് ചെറിയ കാറ് പോയാൽ പോരെ? അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോയാൽ പോരെ? ഞങ്ങൾക്ക് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ലേ റോഡ് എന്ന് ചോദിച്ച ആ നേതാവിൻ്റെ സന്തതി ശിഷ്യഗണങ്ങൾക്ക് നമോഭാഗം, നമസ്കാരം അത്രയും പറഞ്ഞ് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.